കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തെ ന്യായീകരിച്ച് ഗായകൻ അലോഷി രംഗത്തെത്തിയിട്ടുണ്ട്. പാട്ട് പാടിയത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല എന്നാണ് അലോഷി പറഞ്ഞിരിക്കുന്നത്. മുൻപും അമ്പലങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പാട്ട് പാടണമോ പാടരുതോ എന്ന നിർദ്ദേശം സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നും ഇത് വിവാദമാക്കേണ്ട വിഷയമല്ല എന്നുമൊക്കെയാണ് അലോഷിയുടെ ന്യായീകരണം. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഗായകൻ പറഞ്ഞു. ഞാൻ നേരത്തെ എല്ലാ ചാനലുകളോടും പറഞ്ഞതുപോലെ ആസ്വാദകരുടെ ആവശ്യപ്രകാരം പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായത്. ആ സമയത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പാട്ട് കേൾക്കണം, അതാവശ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ ചില പാട്ടുകൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ല. അവർക്ക് പിന്നീട് അതൊരു പരാതിയായി ഉന്നയിക്കാൻ തോന്നി. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇതിനു മുൻപും അമ്പലങ്ങളിൽ വിപ്ലവ ഗാനം പാടിയിട്ടുണ്ട്. ഇതെല്ലാം സംഘാടകരുടെ മൗന സമ്മതത്തോടു കൂടി എന്നാണോ അലോഷി പറഞ്ഞു വെക്കുന്നത്? കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് ഈ കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനാലാപനം നടത്തിയ ഗായകനായ അലോഷി. പാട്ട് പാടിയതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അലോഷി രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം മുൻപും വിപ്ലവ ഗാനങ്ങൾ ക്ഷേത്രങ്ങളിൽ പാടിയിട്ടുണ്ട് എന്നാണ് അലോഷി പറയുന്നത്. മാത്രമല്ല, സദസ്സിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇത്തരമൊരു വിപ്ലവ ഗാനം പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേസിനെ കുറിച്ച് തനിക്ക് അറിവില്ല. കാരണം എഫ്ഐആറിന്റെ ഡീറ്റെയിൽസോ മറ്റോ തനിക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ കേസെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അലോഷി പറയുന്നുണ്ട്. അതായത് ഈ പാട്ട് പാടണമെന്നോ പാട്ട് പാടാൻ പാടില്ല എന്നോ ഒരു നിർദ്ദേശവും ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നും അലോഷി പറയുന്നുണ്ട്. ഏതായാലും 2 ദിവസത്തിന് ശേഷമാണ് ഇത്തരം ഒരു പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അലോഷി തീരുമാനിച്ചിരിക്കുന്നത്.